ഇല്ല. അങ്ങനെ രാവിലെ അമ്പലത്തിൽ പോകാതിരിക്കുന്ന എങ്ങനെ? അങ്ങനെ ഞാനും അമ്മയും അച്ഛനും കൂടെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തിയപ്പോൾ തന്നെ കണ്ടത് നല്ല തിരക്കായിരുന്നു. തൊഴാൻ വേണ്ടിയിട്ടും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അങ്ങനെ കുറേ അധികം ആൾക്കാർ അമ്പലത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കിടിലൻ അത്തപ്പൂക്കളമായിരുന്നു കേട്ടോ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകോവിലിനകത്ത് കയറി തൊഴാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ക്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ ആ ക്യൂവിലൊക്കെ കയറി നിന്ന് തൊഴുതങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തൊഴുതിറങ്ങി താഴെ വന്ന് അമ്പലക്കുളത്തിൻ്റെ അവിടെ നിന്നപ്പോൾ കുറേ അധികം ആൾക്കാർ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നു. അങ്ങനെ ഞാനും ഇറങ്ങി അമ്പലക്കുളത്തിലൊന്ന് കാലൊക്കെ നനച്ച് കുറേ നേരം മീനൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് കേട്ടോ. പിന്നെ ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം നേരെ പോയത് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിലായിരുന്നു. കാരണം അവിടെയും കൂടെ പോകാതെ എങ്ങനെയാണ്. അവിടെ ചെന്നപ്പോഴും നല്ലൊരു കുഞ്ഞ് അത്തപ്പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ നാരങ്ങ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയി 2 ചിരാതെടുത്തു. അമ്മയാണെങ്കിൽ നാരങ്ങ ഒക്കെ സെറ്റാക്കി തന്നു. നമ്മളും കത്തിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങ വിളക്ക്. തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല മനസ്സമാധാനത്തോടെ തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ പ്രസാദമൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.